ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ഒന്നാം അധ്യായം രണ്ടാമത്തെ വല്ലിയിൽ 8ാമത്തെ മന്ത്രം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശിഷ്യനെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചുമൊക്കെ യമധർമ്മരാജാവ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. അവരുടെയൊക്കെ ലക്ഷണങ്ങൾ, അവരെങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തെല്ലാം വിധത്തിലുള്ള ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞത് നമ്മൾ അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ കേൾക്കണം, എങ്ങനെ പറയണം, അതും പറഞ്ഞു അതിൻ്റെ ഒപ്പം. അപ്പോൾ ആ വിധത്തിലൊക്കെ നമ്മൾ മാറേണ്ടതാണ്. അല്ലാതെ നമ്മൾ സ്കൂളിൽ സയൻസ് പഠിക്കുന്ന പോലെ പഠിക്കാൻ പോയാൽ ഇത് മനസ്സിലാവില്ല. കാരണം ഇത് വായിക്കാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഇനി അങ്ങോട്ട് മുന്നോട്ടൊക്കെ അത് തന്നെയാണ് പറയുന്നത്. നചികേതസ് മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ യമധർമ്മൻ ഇതുവരെ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് മനസ്സിലാക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാറി 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 ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. 9ാമത്തെ മന്ത്രം നോക്കാം. നൈഷാ തർക്കേണ മതിരാപനേയ പ്രോക്താന്യേനൈവ സുജ്ഞാനായ പ്രേഷ്ട യാം ത്വമാപ സത്യധൃതിർവദാസി ത്വാദൃങ്നോ ഭൂയ നചികേത പ്രഷ്ട. പ്രിയപ്പെട്ടവനെ, നീ യാതൊന്നിനെ പ്രാപിച്ചുവോ ആ ആത്മജ്ഞാനം തർക്കബുദ്ധി കൊണ്ട് നേടാവുന്നതല്ല. അന്യൻ്റെ ഉപദേശത്താൽ മാത്രം, ഇവിടെ അന്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ആത്മജ്ഞാനിയായ ഗുരുവിൻ്റെ ഉപദേശത്താൽ മാത്രം ശരിയായി അറിയാൻ ഇടയായിത്തീരുന്നു. അല്ലയോ നചികേതസേ, നീ സത്യത്തിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയവനാകുന്നു. ഞങ്ങൾക്ക് നിന്നെപ്പോലുള്ള ചോദ്യകർത്താവ് ഉണ്ടാവട്ടെ. ഒരു ഗുരുവിൻ്റെ ആഗ്രഹം ഇവിടെ ശരിക്കും കാണാം. ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ടൈം പാസ് ശിഷ്യനല്ല ഇവിടെ. ആദ്യം തന്നെ പറഞ്ഞു, ഈ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തർക്കബുദ്ധി, ഡിബേറ്റ് വഴിയൊന്നും ഇത് മനസ്സിലാവാൻ പോകുന്നില്ല. ഡിബേറ്റുകൾ ആത്മജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അത് അനുഭൂതി തലത്തിൽ എത്തണമെങ്കിൽ ഇങ്ങനെ തർക്കങ്ങളെ കൊണ്ടും ഒന്നും സാധിക്കില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുത്താലും കാര്യങ്ങളൊക്കെ ബുദ്ധി രൂപത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കാം, പക്ഷെ അനുഭവത്തിൻ്റെ തലത്തിലാവില്ല. ജ്ഞാനം വിജ്ഞാനമാവുക എന്ന് പറയും, അതാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കറണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കും, അതൊരറിവായി. പക്ഷെ ഷോക്ക് അടിച്ച അനുഭവം ഉണ്ടായിട്ടില്ല. അനുഭവം ഉണ്ടാവണമെങ്കിൽ ഇത് കേട്ടിട്ട് കാര്യമില്ല, ആ സാഹചര്യത്തിൽ തന്നെ നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ലൈവ് വയർ പിടിച്ച് നോക്കണം, അപ്പം ഷോക്കടിക്കൽ എന്താണെന്ന് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് കേട്ടതല്ല മനസ്സിലാവുന്നത് എന്നുള്ളത്. അനുഭവം വേറെയാണ്. അപ്പോൾ എല്ലാ ഉപദേശങ്ങളും തത്വങ്ങളും ഈ വിചാരങ്ങളും ഒക്കെ ഈ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് എത്താനുള്ളതാണ്. അതൊന്നും അനുഭവമായിട്ട് മാറിയിട്ടില്ല. പലപ്പോഴും ആധ്യാത്മിക ജ്ഞാനം ക്ലാസ്സുകൾ ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റ്, അപാകത എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശ്ലോകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയും. ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തൊന്നിനെ മനസ്സിലാക്കണമോ, അനുഭവത്തിൻ്റെ തലത്തിൽ അറിയണമോ, അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നറിയലാണ് ഏറ്റവും വലിയ അറിവ്. അപ്പോഴേ മുന്നോട്ട് നീങ്ങുള്ളൂ. അല്ലാതെ ഞാനിതൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളാണ് എന്ന ഭാവത്തിൽ വരുമ്പം മുന്നോട്ടൊന്നും പഠിക്കാനും പറ്റില്ല. ഇത് ആത്മജ്ഞാനം, അത് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് അറിയാനും പറ്റില്ല. ഞാൻ ആത്മാവാണ് എന്നതൊരു അനുഭവമാണ്, ബുദ്ധിയുടെ തലത്തിലുള്ള അറിവല്ല, അനുഭവത്തിൻ്റെ തലത്തിലുള്ള അറിവാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയണു, ഗുരുവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന യമധർമ്മരാജാവ് പറയണു, ഇതൊന്നും ഇങ്ങനെ ഡിബേറ്റ് വഴി കിട്ടുന്നതല്ല, ശരിയായ ഗുരുവിൻ്റെ ഉപദേശത്താൽ മാത്രം അറിയാൻ സാധിക്കുന്നതാണ്. എന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? ഗുരു വേഷം കെട്ടുന്നവർ ഇഷ്ടം പോലെയുണ്ട്, പല വിധത്തിലാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഓരോ ഗുരുനാഥന്മാരുടെ ആ സ്ഥാനത്തിരിക്കുന്നവരുടെ സ്ഥിതി നോക്കിയാൽ അറിയാം. പലർക്കും പൈസ ഉണ്ടാക്കുന്നതിലും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം, ഇല്ല. ശിഷ്യനെ ആധ്യാത്മികമായ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിക്കണം എന്ന്
താല്പര്യമുള്ള ഗുരു വളരെ കുറവാണ്. ആ ഗുരുവിൻ്റെ ഉപദേശത്തിനാണ് ബലമുള്ളൂ. അതാണ് പറയുന്നത്. കാരണം എന്താണ്? അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള അറിവ് പകരലാണ്. അത് ചെവി കൊണ്ട് കേൾക്കലല്ല. പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്, കേൾക്കുന്നത് ഹൃദയത്തിലാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനും കൂടിയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയാം. ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടൊക്കെ ആധ്യാത്മികമായ അനുഭൂതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഗുരു, അങ്ങനത്തെ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് ഇത് അനുഭൂതി തലത്തിലെത്തും. അപ്പോഴേ ശരിക്കും ആവുന്നുള്ളൂ. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇനി അറിയാൻ പോകുന്ന അറിവ്, നചികേതസിന് എന്താണോ ഉപദേശിച്ചു കൊടുക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇനി അറിയാൻ പോകുന്നത്, ആ അറിവിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ്. അത് വെറുതെ കേട്ടത് കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? നചികേതസിൻ്റെ ഒരു ഗുണം പറഞ്ഞു. സത്യത്തിൽ ഉറച്ച ബുദ്ധിയോടുകൂടിയവനാകുന്നു. ലക്ഷ്യബോധമുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, മാറ്റമില്ല. പല വിധത്തിൽ പ്രലോഭിപ്പിച്ച് നോക്കി, പക്ഷെ മാറ്റമില്ല. എന്താണോ നേടേണ്ടത് അത് നേടാനുള്ള ദൃഢനിശ്ചയമുണ്ട്. ചോദ്യങ്ങളൊക്കെ ആ തരത്തിലുള്ളതാണ് താനും. അപ്പം ഒരു ഗുരുവിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പറയാണ്, നിന്നെ പോലുള്ള ശിഷ്യന്മാർ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. ഇതുപോലെ വളരെ ബുദ്ധിയോടുകൂടി എല്ലാം അറിഞ്ഞ് ചോദിക്കുന്ന ശിഷ്യന്മാരെ കിട്ടണം. അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ അങ്ങനത്തെ ശിഷ്യന്മാർ വരാനുള്ള പ്രാർത്ഥന കാണും. ഗുരു ആവുന്നത് അതുപോലത്തെ ഉത്തമരായ ശിഷ്യനും കൂടി ഉണ്ടാവുമ്പോഴാണ്. ഇതിനുദാഹരണം ഭഗവത്ഗീതയെ പറയാം. അപ്പോൾ ഭഗവത്ഗീത പറയുന്നത് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, പക്ഷേ ഇതേ കാര്യമൊക്കെ സഞ്ജയൻ പറഞ്ഞ് ധൃതരാഷ്ട്രം കേട്ടു. പക്ഷെ അവിടെ ഗുണമൊന്നും ഉണ്ടായില്ല. അർജുനതിൻ്റെ ഗുണമുണ്ടായി. അതാണ് വ്യത്യാസം. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അതിനെ അനുഭൂതി തലത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം, ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും ആഗ്രഹവും ലക്ഷ്യബോധവും ഒക്കെ വേണം. അങ്ങനെയുള്ളവർക്ക് ആ ഗുരു അത് പകർന്നു കൊടുക്കുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ജാനാമ്യഹം ശേവതിരിത്യനിത്യം നഹി ധ്രുവേ പ്രാപ്യദേഹി ധ്രുവം തത് തതോ മയാ നചികേതശ്ചിദോ അഗ്നിഃ അനിത്യേ ദ്രവ്യേ പ്രാപ്തവാനസ്മി നിത്യം. യമം പറയാണ്, സൽക്കർമ്മഫലരൂപമായ നിധി അനിത്യമാണെന്ന് ഞാൻ അറിയുന്നു. എന്തെന്നാൽ അനിത്യവസ്തുക്കളെ കൊണ്ട് നിത്യമായത് പ്രാപിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്നാൽ അനിത്യങ്ങളായ വസ്തുക്കളെ കൊണ്ട് നചികേതമായ അഗ്നി യാഗം ചെയ്യപ്പെട്ടു. അതിൻ്റെ ഫലമായി നിത്യമായ യമപദവിയെ പ്രാപിക്കുകയും ചെയ്തു. യമൻ എങ്ങനെ യമനായി? ഇതാണ് പറയുന്നത്. എന്താണ്? ചെറിയൊരു പ്രശ്നം പറ്റി. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. മുമ്പ് പറഞ്ഞു, രണ്ടാമത്തെ വരം ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ എങ്ങനെ സ്വർഗത്തിലെത്തണം? അതിനൊരു പേരും കൊടുത്തു. ആ വക കർമ്മങ്ങൾക്കെല്ലാം കൂടി നചികേതാഗ്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നചികേതാഗ്നി എന്നറിയപ്പെടുന്ന യാഗകർമ്മങ്ങൾ, വൈദികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു. അതിൻ്റെയൊക്കെ പുണ്യമുണ്ടായി. പക്ഷേ ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഞാൻ യമപദവിയിൽ എത്തുകയും ചെയ്തു. പക്ഷെ അന്നേരം പറയണു, അനിത്യമാണ് ഇതെല്ലാം. അനിത്യമായ വസ്തുക്കളിൽ നിന്ന് നിത്യമായ ആനന്ദമുണ്ടാവും എന്ന് ഞാൻ ധരിച്ചുപോയി. അതൊരു വലിയ അറിവാണ്. ഇന്ന് മനുഷ്യൻ ഈ ഓടി നടക്കുന്നത് മുഴുവൻ, വിഷയങ്ങൾ മുഴുവൻ, അതുകൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റും അതൊക്കെ അനിത്യമാണ് എന്നറിയാം. എന്നാലും അതിൻ്റെ പിന്നാലെ നിത്യമായതിൽ നിന്നേ നിത്യമായത് കിട്ടുള്ളൂ. അനിത്യമായതിൽ നിന്ന് നിത്യമായത് കിട്ടും എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അപ്പോൾ ഇവിടെ യമപദവിയിൽ എത്തിച്ചേർന്നോ എന്ന് മുമ്പും പറഞ്ഞു, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം ബ്രഹ്മലോക പ്രാപ്തി വരെ ഉണ്ടാവുന്നതാണ്. അതോ അത് താൽക്കാലികമാണ്.
മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കാലമാണ് അപ്പോൾ എന്ത് പറയും? നിത്യമാണ് എന്ന് നമ്മളെ സൈഡിൽ നിന്നിട്ട് പറയും. റെഫറൻസ് പോയിന്റ് മനുഷ്യൻ്റെ അനുഭവങ്ങളാണെങ്കിൽ യമപദവി ഇല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പദവി എന്നൊക്കെ പറയുന്നത് നിത്യമായിട്ട് തോന്നും, വളരെ കാലം ഉള്ളതായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം ഒക്കെ ജീവിക്കുന്ന പാറ്റകളൊക്കെ ഉണ്ട്. ആ പാറ്റയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായ ആയുസ്സാണ്. എന്നാൽ മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോഴോ, മനുഷ്യൻ്റെ തലത്തിൽ നോക്കുമ്പോൾ അത് വളരെ ചെറിയൊരു ആയുസ്സാണ്. പാറ്റയുടെ തലത്തിൽ നിന്നിട്ട് മനുഷ്യനെ നോക്കുമ്പോഴോ, ഇവരൊക്കെ എപ്പോഴും ഉള്ളവരാണ്, നിത്യമാണെന്നാണ് പറയാം. അപ്പോൾ ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് യമൻ പറഞ്ഞത് ഞാൻ നിത്യമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും നിത്യമല്ല, അത് താൽക്കാലികമാണെങ്കിൽ പോലും നശ്വരമാണെങ്കിൽ പോലും വളരെ കാലം നിലനിൽക്കുന്നത് കൊണ്ട് നിത്യമാണ് എന്ന് പറയുന്നു. ഇവിടെ യമൻ പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, യമ പദവിയാണ്, എത്തിച്ചേരുന്ന സ്ഥലം. യമൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അറിവിൻ്റെ തലത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തുമ്പോഴാണ് അങ്ങനെ പറയാം. ഈ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു പദവിയാണ്. ആ പദവിയിൽ ഇരിക്കേണ്ട ആൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അയാൾ ചെയ്യും. അതുപോലെ യമപദവിയിൽ എത്തിയിരിക്കുന്ന ആത്മാംശം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അത് ആ പുണ്യം എത്ര കാലമുണ്ടോ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരണം. യമപദവി പോലും അനശ്വരമല്ല, നശ്വരമാണ്. ബ്രഹ്മാവിന് ആയുസ്സുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ യമനും ആയുസ്സുണ്ട്, മൃത്യുവുണ്ട്. യമന് മൃത്യുവുണ്ട്. അപ്പോൾ യമൻ്റെ അപ്പുറം ഒരാളുണ്ട്, നമുക്കറിയാം, കാലാന്തകൻ, കാലനെ കൊന്നവൻ ശിവൻ. ശിവപദവിയിൽ എത്തുന്നത് വരെ ഈ മാറ്റങ്ങളുണ്ടാവും. മൃത്യു എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. നമ്മളെ ഈ ശരീരം വീഴുന്ന മരണമല്ല ആധ്യാത്മിക തലത്തിൽ മൃത്യു എന്ന് പറയുന്നത്. നമുക്ക് സാധാരണക്കാരനാണ് ഈ മരണം എന്നുള്ളത്. മൃത്യു എന്നത് അനുഭവ മണ്ഡലങ്ങളുടെ മാറ്റം എന്ന തലത്തിൽ വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തൊക്കെ വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, സ്വർഗീയമായ അനുഭവങ്ങൾ, അതിന് മാറ്റമുണ്ട്. അത് ക്രമേണ ഇല്ലാണ്ടാവും എന്ന് യമൻ ഒരിക്കൽ കൂടി പറയണം. അപ്പം ഈ ആധ്യാത്മികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇതും കൂടി ഒന്ന് ആലോചിക്കണം. എന്തൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഇതൊന്നും മനസ്സിലാവും. അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വേണം വരങ്ങളൊക്കെ ചോദിക്കാൻ. കാമസ്യാപ്തിം ജഗതപ്രതിഷ്ഠാം ക്രതോരനന്ത്യമഭയസ്യ പാരം സ്തോമമഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ട്വാ ധൃത്യാ ധീരോ നചികേതോത്യസ്രാക്ഷി. അല്ലയോ നചികേതസ്സേ, സകലവിധ സുഖഭോഗങ്ങളുടെ പ്രാപ്തിയും ലോകങ്ങളുടെ പ്രതിഷ്ഠയും യജ്ഞത്തിൻ്റെ അനന്തഫലവും ഭയമില്ലായ്മയും ആരാധ്യവും മഹത്വം വിസ്തീർണഗതിയോടുകൂടിയതുമായ പ്രതിഷ്ഠയെ കണ്ടിട്ടും ബുദ്ധിമാനായിട്ട് ധൈര്യം കൊണ്ട് നീ അത് ഉപേക്ഷിച്ചു. ഇവിടെ നചികേതസ്സിനെ പ്രശംസിച്ചുകൊണ്ട് പറയാണ്. നചികേതസ്സിൻ്റെ എല്ലാ ഗുണങ്ങളും പറയുന്നത്, എത്രത്തോളം തീവ്ര വൈരാഗ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഞാൻ എല്ലാം നിനക്ക് തന്നു, എല്ലാവിധ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിനക്ക് തന്നു, ഇത്രയും ഭൂമി മുഴുവൻ തന്നു, ഈ ബ്രഹ്മലോകം മുഴുവൻ തരാ പറഞ്ഞിട്ടും നീ ഇതിനെയൊക്കെ വളരെ നിസ്സാരമായി കരുതിയിട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് നീ ധീരനാണെന്ന്. ധീരൻ എന്ന് പറഞ്ഞാൽ ധൈര്യം എന്ന് മാത്രമല്ല, ബുദ്ധിമാൻ എന്നുകൂടിയാണ്. കാര്യങ്ങളെ വേണ്ട വിധം വിവേചിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അതുള്ള ആളാണ്. അങ്ങനെയുള്ള ആൾക്കേ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ നചികേതസിൻ്റെ ഗുണം മുഴുവൻ നമ്മളോട് ഈ വിളിച്ചു പറയണത് എന്തിനാണ്? നമ്മൾ ആ ഗുണങ്ങൾ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്.
അല്ലാതെ ഇതിപ്പോൾ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന പോലെ യമനും നചികേതസും കൂടി ഇങ്ങനെ സംസാരിച്ചു, നചികേതസിന് ഈ ഗുണമുണ്ടെന്ന് യമൻ പറഞ്ഞു, യമൻ ഇങ്ങനെ അറിവുണ്ടെന്ന് നചികേതസ് പറഞ്ഞു. ഇങ്ങനെ കഥ കേട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ ഉപനിഷത്ത് പഠിക്കുന്നത് എന്തിനാണ്? ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച വരാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ അജ്ഞാനം ഇല്ലാതെയാവാൻ വേണ്ടിയിട്ടാണ്. അജ്ഞാനം ഇല്ലാതെയാവാൻ എന്ത് വേണം? നചികേതസിനെ പോലെ ആയിത്തീരണം. നചികേതസിന് എന്താ ഗുണം? എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും, വിഷയലോകങ്ങളുടെ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും അതിനെല്ലാം ത്യജിച്ചുകൊണ്ട് ആത്മജ്ഞാനം എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു. പ്രലോഭനങ്ങൾ വന്നപ്പം ഇളകിയില്ല ആള്. അതായത് ശരിയായ വൈരാഗ്യം, തീവ്ര വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ തീവ്ര വൈരാഗ്യം ഉള്ള ഒരാൾക്ക് മാത്രമേ, ഒരു സാധകന് മാത്രമേ ബ്രഹ്മജ്ഞാനത്തിനുള്ള അധികാരമുള്ളൂ. നമ്മൾ അധികാരിയാവുമെന്ന് മുമ്പ് പഠിച്ചു. നമുക്കതിനുള്ള യോഗ്യത നേടിയെടുക്കാനുണ്ട്. അപ്പോൾ യോഗ്യത എങ്ങനെയൊക്കെയാണ്? നമ്മൾ അവനവൻ്റെ ജീവിത രീതി, അവനവൻ്റെ സ്വഭാവം, ഇതൊക്കെ സ്വയം അവലോകനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന്. നമുക്ക് മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ പറയാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ പറയും അതങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, ഇവൾ അങ്ങനെയാണ്. അവനവനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ വേണ്ട വിധം അവലോകനം ചെയ്യുന്നുണ്ടോ നോക്കണം. എന്തുകൊണ്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് ദുഃഖങ്ങളുണ്ടാകുന്നു? എന്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ പിണങ്ങി മാറി നിന്ന് പോകുന്നു? മറ്റുള്ളവരെ ഞാൻ എന്തുകൊണ്ട് വെറുക്കുന്നു? ഇങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള അവസരമാണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണുന്നത് നമ്മളുടെ അനുഭവ മണ്ഡലവുമായിട്ട് വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഡിസ്റ്റർബായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ധീരന്മാരല്ല, അതുകൊണ്ടാണ് ആത്മജ്ഞാനത്തിന് തടസ്സങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ആ ധീരതയാണ് നേടിയെടുക്കേണ്ടത്. പ്രലോഭനങ്ങൾക്കൊന്നും വഴിപ്പെടാതെ തീവ്ര വൈരാഗ്യം നേടിയെടുക്കാൻ ശ്രമിക്കണം. അതാണ് ഇവിടെ നചികേതസിനെ പ്രശംസിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്കുള്ള ഉപദേശം നചികേതസിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബ്രഹ്മത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ, ശ്രേഷ്ഠത എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുവരെ ശിഷ്യൻ്റെ കാര്യം, ഗുരുവിൻ്റെ കാര്യം, തീവ്രത, അതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ചു. ഇപ്പോഴും യഥാർത്ഥ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. അതും കൂടി നമ്മൾ ഓർമ്മിക്കാണ്ട്. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതംഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാദി. യോഗമായയിൽ ഒളിഞ്ഞിരിക്കുന്നവനും സർവചരാചരങ്ങളിലും വ്യാപിച്ചവനും ഹൃദയഗുഹയിലിരിക്കുന്നവനും സംസാരരൂപമായ ഗഹനവനത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സനാതനനും കാണാൻ പ്രയാസമുള്ളവനുമായ ആ പരമാത്മസ്വരൂപനായ ദേവനെ സംയമനശീലനായ ഉപാസകൻ അധ്യാത്മജ്ഞാനരൂപമായ യോഗമാർഗത്തിലൂടെ സാക്ഷാത്കരിച്ചിട്ട് സന്തോഷസന്താപങ്ങളെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നോക്കാം. യോഗമായയിൽ ഒളിഞ്ഞിരിക്കുന്നവൻ, ഇവിടെ ഈ ഒളിഞ്ഞിരിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പം പുല്ലിംഗ പദമായിട്ടും ഒക്കെ നമുക്ക് തോന്നും, ഒരു വ്യക്തി രൂപമാണ് എന്ന് തോന്നും. ഇതിനിങ്ങനെയൊക്കെ വിസ്തരിക്കാൻ പറ്റുള്ളൂ. പരബ്രഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്, ചൈതന്യത്തിനെ. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന്, ആ തത്വത്തിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ആളെപ്പോലെ വിസ്തരിച്ചും കൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ഒരു വ്യക്തിയല്ല, ഇത് ഓർമ്മിക്കണം. യോഗമായയിൽ ഒളിഞ്ഞിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മായ കാരണം അറിയപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവൻ, തത്വം. ഈ യമധർമ്മരാജാവ്, അത് ഗുരുവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന യമൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? യോഗമായാൽ മറഞ്ഞിരിക്കുന്നു, മായാശക്തി കൊണ്ട് മറഞ്ഞിരിക്കുന്നു. നമുക്ക് സത്യത്തെ അറിയാൻ സാധിക്കുന്നില്ല. സത്യമല്ലാത്തതിനെ സത്യമായിട്ട് നമ്മൾ വിചാരിച്ചു പോകുന്നു. വിക്ഷേപം, ആവരണം. മായാശക്തി രണ്ട് വിധത്തിലാണ്. വിക്ഷേപം, ആവരണം എന്ന് പറയും. എന്താ ആവരണം എന്ന് പറഞ്ഞാൽ? സത്യമായതിനെ മറച്ചു പിടിക്കുക. വിക്ഷേപം എന്ന് പറഞ്ഞാൽ അസത്യമായതിനെ സത്യമായിട്ട് തോന്നിക്കുക. രണ്ട് കാര്യമാണ്.
അപ്പം വേദാന്തത്തിൽ ഉദാഹരണമായിട്ട് പറയുന്നത് രജ്ജു സർപ്പഭ്രാന്തി എന്നാ പറയാം. കയറും പാമ്പും ഇതാണ് ഉദാഹരണമായിട്ട് പറയാം. കയറിനെ കണ്ടു, പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കയറേ ഉള്ളൂ. പക്ഷേ കാണുന്ന വ്യക്തി അയാളുടെ അജ്ഞാനം കാരണം അതിനെ പാമ്പായിട്ടാണ് കാണുന്നത്, സർപ്പമായിട്ടാണ് കാണുന്നത്. സർപ്പമായിട്ട് കാണുന്നിടത്തോളം കാലം ഇദ്ദേഹം കയറിനെ കാണില്ല, സർപ്പം തന്നെ കാണുള്ളൂ. എന്നാൽ ഈ സർപ്പമായിട്ട് കാണപ്പെടുന്നത് കയറാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാലോ പിന്നെ അയാൾ സർപ്പത്തിനെ കാണില്ല, കയറേ കാണുള്ളൂ. അപ്പോൾ എപ്പോഴും കണ്ടത് ഒരേ വസ്തുവിനെ തന്നെയായിരുന്നു, കയറിനെ തന്നെ ആയിരുന്നു. പക്ഷെ അജ്ഞാനമുള്ള സമയത്ത് അത് സർപ്പമായിട്ട് തോന്നി, അജ്ഞാനം മാറിയപ്പം കയറായിട്ട് സത്യമായിട്ടും കണ്ടു. അപ്പോൾ ഈ കയറിനെ സത്യമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ സത്യത്തിനെ മറച്ചു പിടിക്കുന്ന സമയത്ത് ആവരണ ശക്തി എന്നാ പറയാം. ആ കയറിൻ്റെ സ്ഥാനത്ത് സർപ്പത്തിനെ കാണിച്ചു തരുന്നതിനെ, ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതിനെ വിക്ഷേപശക്തി എന്ന് പറയും. അപ്പോൾ ആവരണവും വിക്ഷേപവും ഇതാണ് മായ. ഇത് രണ്ടും ഇരിക്കുന്നിടത്തോളം കാലം സത്യത്തിനെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മായയിൽ ഒളിഞ്ഞിരിക്കുന്നവൻ എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ പോയിട്ട് ഈ നമ്മൾ കുട്ടികൾ ഒളിച്ച് കളിക്കുന്ന പോലെ ഒരു വാതിലിൻ്റെ പിന്നാലെ പോയി മറിഞ്ഞിരുന്നു അങ്ങനെയൊന്നും തോന്നരുത്. കാരണം ഈ ഭാഷയാണ് പ്രശ്നം. ഭാഷയ്ക്കകത്തേക്ക് നമ്മൾ ഇറങ്ങണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ അവിടെ ഉണ്ടപ്പോഴും നമ്മൾക്ക് അയാളെ കാണാൻ കഴിയാതിരിക്കുന്നത് ഈ കാഴ്ചയ്ക്ക് ഒരു മറവുള്ളത് കൊണ്ടാണ്. എന്താണ് ആ മറവ്? അജ്ഞാനം. അപ്പം അജ്ഞാനത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ ആത്മപ്രകാശം, ആത്മദർശനം ഉണ്ടാവുന്നു. അത് ഉള്ളിടത്തോളം കാലം, അജ്ഞാനം ഉള്ളിടത്തോളം കാലം ആത്മപ്രകാശം കാണാൻ സാധിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു യോഗമായയിൽ ഒളിഞ്ഞിരിക്കുന്നവൻ. മായാശക്തിയെക്കുറിച്ച് ഭഗവത്ഗീതയിലൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സത്വം രജസ് തമസ് ഈ ത്രിഗുണങ്ങളായിട്ട് മാറിയതും വിക്ഷേപം ആവരണം എന്ന ശക്തിയായിട്ട് മാറിയതൊക്കെ നമ്മളിപ്പോൾ ഗീതാ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. പഞ്ചഭൂതങ്ങളുണ്ടായതിനെക്കുറിച്ചും പഞ്ചീകരണം എന്ന സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ വിക്ഷേപം ആവരണമൊക്കെ അവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട്സൊക്കെ ഒന്നുകൂടി എടുത്തു വെച്ച് നോക്കുക, അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് വേ നിങ്ങട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്നതിനൊക്കെ, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ഈ നാമരൂപ വസ്തുക്കളായിട്ട് കാണുന്നതിനൊക്കെ ആധാരമായിട്ട് ഒരു ചൈതന്യം ഉണ്ട്. ഞാൻ വസ്തുവിനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ വസ്തുവിൻ്റെ ചൈതന്യമാണ് കാണുന്നത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വസ്തുവായിട്ട് കാണുന്നു. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. നമ്മളുടെ മുന്നിൽ അത് ഇരുമ്പിൻ്റെ കഷ്ണം തന്നെ, ലോഹം തന്നെയാണ്. ഇനി നമ്മൾ അതിനൊന്ന് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ലോഹമാണോ മെറ്റലാണോ എന്ന് ചോദിച്ചാൽ അത് ലോഹമല്ല. അത് ആ ലോഹത്തിൻ്റെ ഗുണങ്ങളുള്ള ഒരുപാട് തന്മാത്രകൾ ചേർന്നിരിക്കുന്നതാണ്, മോളിക്യൂൾസാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് തന്മാത്രകളെയാണ്. പക്ഷേ നമ്മളെ കണ്ണിൽ കാണപ്പെടുന്നത് ലോഹമായിട്ടാണ്. ഇനി ഈ തന്മാത്രകൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാലോ, തന്മാത്രകൾ നമ്മൾ കാണുന്നില്ല. നമ്മൾ ആറ്റം ആണ് കാണുന്നത്, അണുവിനെയാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് അണുവിനെ ഒരുമിച്ച് ചേർന്ന് തന്മാത്രയായിരുന്നു. അതും നമ്മളുടെ കണ്ണിന് അത് കാണാനുള്ള കഴിവില്ല. നമ്മൾ അതിനെ ലോഹമായിട്ടാണ് കാണുന്നത്. ലോഹമായിട്ട് കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആറ്റംസ് ആണ്, ആണ്. ഇനി ആറ്റം എന്താണെന്ന് നോക്കിയാലോ, അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് ഉള്ളത്. പക്ഷെ കാണുന്നത് ലോഹമായിട്ടാണ്. അതിൻ്റെയും അപ്പുറത്തേക്ക് പോയാലോ സബ് ആറ്റമിക് പാർട്ടിക്കിൾസൊക്കെ ആണ് അവിടെയുള്ളത്. പക്ഷെ അത് നമ്മളെ കണ്ണിൽ ലോഹമായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയാലോ മാറ്റർ ആൻഡ് എനർജി, ദ്രവ്യം, ഊർജം എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ദ്രവ്യത്തിനെയും ഊർജത്തിനെയും, ഇത് രണ്ടും വേറെ വേറെയാക്കാൻ പറ്റില്ല എന്നാണ് സയൻസ് പറയുന്നത്. അതൊന്നാണോ പലതാണോ ഒന്നും അറിയില്ല അത് കാരണം എന്നൊക്കെ പറയണം. എന്തായാലും ഈ സാധനത്തിന് നമ്മൾ കാണുന്ന കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി ആണ്, എനർജിയാണ് കാണുന്നത്. പക്ഷെ നമ്മളതിനെ ലോഹമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയത് എവിടെ നിന്നാണ് ഇതുണ്ടായത് എന്ന് നോക്കിയാലോ അതിന് പറയുന്ന പേര് ബ്രഹ്മം. ആ തലത്തിലേക്ക് സയൻസ് ഇതുവരെ എത്തിയിട്ടില്ല.
അപ്പോൾ ഒരു ചൈതന്യം ആണ് മാറ്റർ ആൻഡ് എനർജി, ദ്രവ്യവും ഊർജവുമായിട്ട് മാറിയിരിക്കുന്നത്. ആ ചൈതന്യത്തിനെ നമ്മൾ ഇങ്ങനെ കണ്ടു, ദ്രവ്യം ഊർജമായിട്ട്, പിന്നെ അതിനെ അണുവായിട്ട് കണ്ടു, തന്മാത്രയായിട്ട് കണ്ടു, ലോഹമായിട്ട് കണ്ടു. ഇനി ഈ ഇരുമ്പ് കൊണ്ട് ഒരു കത്തി ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ കാണുന്നത് കത്തിയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇരുമ്പാണ്. അത് ഇരുമ്പാണോ ചോദിച്ചാൽ അല്ല. ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്നിൻ്റെ അടിസ്ഥാനം നോക്കി നോക്കി പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന തലത്തിനാണ് ചൈതന്യം എന്ന് പറയുന്നത്. എല്ലാ വസ്തു എടുത്തു നോക്കിയാൽ ഇതേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നത് ഒന്നും കാണപ്പെടുന്നത് വേറെയും യഥാർത്ഥത്തിലുള്ള വേറെ, ഇതൊക്കെ വേറെയായിട്ട് നമുക്ക് തോന്നുന്നു. ഇതിന് അജ്ഞാനം എന്ന് പറയും. ഇനി ശരീരത്തിൻ്റെ കാര്യം നോക്കിയാലും അങ്ങനെയാണ്. നമ്മളുടെ ശരീരത്തിൽ ഓരോന്നും എടുത്തു വെച്ച് നോക്കൂ. എല്ല്, സ്കിന്ന്, അസ്ഥി, രക്തം, ഇതൊക്കെ എടുത്തു വെച്ച് നോക്കിയാലും ഇതേപോലെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈതന്യം എന്ന തലത്തിലേക്ക് എത്തും. ഏതൊരു വസ്തുവിനെ എടുത്തു നോക്കിയാലും ഇതേ നമ്മൾ കാണുള്ളൂ. ഇനിയിപ്പോൾ ഒരു മരത്തിൻ്റെ കസേരയാണ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന മരത്തിനെയാണ്, പക്ഷെ നമുക്ക് കാണപ്പെടുന്നത് കസേരയായിട്ടാണ്. സ്വർണം, ആഭരണം, കടൽ, തിര, ഇങ്ങനെയൊക്കെയാണ് ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നറിയണം. അതറിയാത്തിടത്തോളം കാലം നമ്മൾ പറയും ആ സത്യം ഒളിഞ്ഞിരിക്കണു എന്ന് പറയും. അതാണ് ഇവിടെ യോഗമായയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാരണം. സർവചരാചരങ്ങളിലും വ്യാപിച്ചവൻ, അതാണ് അടുത്തത്. സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുക. ഒരു ഉദാഹരണം പറയുന്നത് സ്വർണ്ണാഭരണത്തിൻ്റെ ഉദാഹരണം പറയാം. എല്ലാ സ്വർണ്ണാഭരണത്തിലും വ്യാപിച്ചിരിക്കുന്നത് സ്വർണ്ണമാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ അത് വളയും മാലയും അങ്ങനെ ആഭരണങ്ങളാണ്. പക്ഷെ വ്യാപിച്ചിരിക്കുന്ന എന്താണ്? സ്വർണ്ണമാണ്. സ്വർണം മാത്രമേ ഉള്ളൂ. എല്ലാ കുടത്തിലും മണ്ണ് മാത്രമേ ഉള്ളൂ. കുടമായി മാറിയിരിക്കുന്ന മണ്ണാണ്. ഇതിനൊരു നോക്കുകയാണെങ്കിൽ ആഭരണമായി മാറുന്നതിന് മുമ്പും സ്വർണ്ണമായിരുന്നു, ആഭരണമായി ഇരിക്കുമ്പോഴും സ്വർണ്ണമാണ്, ആഭരണം ഉരുക്കിക്കഴിഞ്ഞാലും സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണ്ണം എപ്പോഴും ഉണ്ട്, അതിന് മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ അവസ്ഥകൾക്ക്, കാണപ്പെടുന്ന രൂപത്തിന് മാറ്റമുണ്ടായി. ഏതവസ്ഥയെ കാണുമ്പോഴും അതിൽ വ്യാപിച്ചിരുന്നത് സ്വർണം മാത്രമായിരുന്നു. ഏത് ആഭരണമാണെങ്കിൽ ഏതൊരു മൺപാത്രമായിട്ട് കാണപ്പെടുമ്പോഴും വ്യാപിച്ചിരിക്കുന്നത് മണ്ണ് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ, ഇല്ലെങ്കിൽ ഏതൊരു തിരകളെ എടുത്തു നോക്കിയാലും അതിൽ വ്യാപിച്ചിരിക്കുന്നത് ജലം മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അതുപോലെ ഈ കാണുന്ന സർവചരാചരങ്ങളിൽ എന്താണോ വ്യാപിച്ചിരിക്കുന്നത് അത് ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് ഈ ജഗത്തായിട്ട് കാണപ്പെടുന്നത്. ഓരോ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അടക്കം അതാണ്. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ശരീരവും അല്ല, 5 ശരീരം ഉണ്ടെന്ന് പറയാം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 കോശമായിട്ട് ഇരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. പക്ഷെ നമുക്കതിപ്പോഴും ബോധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ണാടീൻ്റെ മുന്നിൽ പോയി കാണുന്നത് ബ്രഹ്മമാണോ എന്ന് ചോദിച്ചാൽ നമ്മളല്ലാന്നേ പറയുള്ളൂ. നമുക്കത് ഞാനാണ്, നമുക്കൊരു പേരിട്ട ഞാനാണ്. അതിന് പേര്, ജാതി, അച്ഛൻ, അമ്മ ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ബ്രഹ്മമാണ് എന്ന് പറയില്ല. പക്ഷേ മഹാത്മാക്കൾ, ജ്ഞാനികൾക്കറിയാം. അവർ പറയും അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. അത് ഈ കാണുന്നതല്ല സത്യം, കാണപ്പെടുന്നതെല്ലാം വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് സത്യം. അപ്പോൾ സർവ്വചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലെ വിഷ്ണു പറയാം. നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ വിശ്വം, വിഷ്ണു, അഷട്കാരോ എന്നൊക്കെ ചെല്ലിപ്പോവും. വിശ്വമായി കാണപ്പെടുന്നതും സർവ്വവ്യാപിയായിരിക്കുന്ന ചൈതന്യം വിഷ്ണു വിശ്വമായി കാണപ്പെടുന്നു, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഫോർമാലിറ്റി ചെയ്യുന്ന പോലെ, ഇല്ല ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഇതിങ്ങനെ ചൊല്ലിപ്പോകണമെന്നുള്ളൂ. ഈ തത്വം ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ തന്നെ അവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്? കുറേ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ആകാശത്ത് വന്ന് പ്രസാദിച്ച് തഥാസ്തു പറഞ്ഞിട്ടങ്ങ് പോകുന്ന, അങ്ങനെയല്ല ഉണ്ടാവുക. അല്ല, ഇപ്പോൾ എല്ലാ ശാസ്ത്രവും പറഞ്ഞ അറിവിൻ്റെ തലത്തിലൂടെ വേണം മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇനി ഇവിടെ ഇപ്പോൾ ഗുഹാഹിതം, ഹൃദയ ഗുഹയിലിരിക്കുന്നവൻ. ഹൃദയത്തിൽ എവിടെയാണ് ഗുഹ? പക്ഷേ ഇത് വേദമന്ത്രങ്ങളിലൊക്കെ ഈ ഹൃദയ ഗുഹ എന്ന് കാണും. എന്താണ് ഹൃദയ ഗുഹ എന്ന് പറഞ്ഞാൽ? ഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധം ഉത്ഭവിക്കുന്ന സ്ഥാനം. അല്ലാതെ ഈ ബയോളജിക്കൽ നമ്മുടെ
ശരീരത്തിൽ ഇങ്ങനെ മിടിക്കുന്ന ഹൃദയമല്ല, അവയവമല്ല ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധത്തിൽ ഇരിക്കുന്ന ആൾ, ആ സ്ഥാനം. ഈ ഞാനെന്ന ബോധം എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതാണ് ഹൃദയം. അതിന് ആത്മാവെന്ന് പറയാം. ആത്മാവിൽ നിന്നാണ് ഞാൻ എന്ന ബോധം ഉണ്ടാവുന്നത്. അപ്പോൾ ഹൃദയം എന്നത് ആത്മാവ് എന്ന തലത്തിൽ വേണം മനസ്സിലാക്കാൻ. ഗുഹ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗുഹ എന്ന് പറയാൻ കാരണം അത് അറിയാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊരർത്ഥം. ഒരു ഗുഹയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗുഹ മനസ്സിലാവില്ല. നമ്മൾ എവിടെ നോക്കിയാൽ അത് മാത്രമേ കാണുള്ളൂ. ആ പാറ അല്ല, എങ്ങനെയെങ്കിലും ഒരു ഗുഹയ്ക്കകത്ത്, അതിന് വേണ്ട ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു ടണലിനകത്ത് നമ്മൾ കയറിയാൽ പോലും ടണലിനകത്തുള്ള ചുമരേ കാണുന്നുള്ളൂ. ടണലായിട്ട് നമുക്ക് കാണില്ല. ടണലായിട്ട് കാണണമെങ്കിൽ എൻ്റെ പുറത്തേക്ക് വരണം. ഈ സർവ്വവ്യാപിയായിരിക്കുന്ന ഒരാളുടെ പുറത്തേക്ക് വരാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ എന്ന ആത്മാവിൻ്റെ ഉള്ളിലാണ് നമ്മളെപ്പോഴും. അപ്പോൾ ഏതൊന്നിൻ്റെ ഉള്ളിലാണോ നമ്മളെല്ലാം ഉള്ളത് അത് പരബ്രഹ്മം. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി എന്ത് പറഞ്ഞു? സംസാര രൂപമായ ഗഹനവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ. സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ജയം, പരാജയം, ആശ, നിരാശ, ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിനാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ഈ സംസാരമായിട്ട് കാണപ്പെടുന്നത് എന്താണോ അത് ബ്രഹ്മം. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. അത് ആദ്യമേ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ആധാരം എന്താണെന്ന് അറിയണം. എന്തൊന്നിനെ കാണുമ്പോഴും എന്താണ് ആ കാണപ്പെടുന്നത് എന്ന് നോക്കണം. പിന്നെന്ത് പറഞ്ഞു? സനാതനായിരിക്കാം. പുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മുതൽ ഉള്ളത്, തുടക്കം മുതലുള്ളത് അതാണ് ഏറ്റവും പുരാണം. എപ്പോഴും പുതിയതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം മുതലുണ്ട്, എപ്പോഴും പുതിയതായിട്ടിരിക്കുന്നുമുണ്ട്. അതെന്താണ്? സനാതനം, എപ്പോഴും ഉള്ളത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. സനാതനം. സനാതനമായിരിക്കുന്നത് ബ്രഹ്മം. ദുർദർശം. അടുത്തത് ദുർദർശം എന്ന് പറഞ്ഞാൽ കാണാൻ പ്രയാസമുള്ളത്. കാണാൻ പ്രയാസമുള്ളത് ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടല്ല കാണുക. ഈശ്വര അനുഭവമാണ്. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ ഈശ്വര അനുഭവം വളരെ ദുർലഭമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. തീരെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബഹൂനാം ജന്മനാം മന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അങ്ങനെ പറഞ്ഞു. വളരെ ദുർലഭമായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. കാരണം എന്താ? അതിനുള്ള യോഗ്യത നേടണം, അപ്പോഴത് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആത്മബോധത്തിൽ എത്തിച്ചേരുക, സാക്ഷാത്കാരം നേടുക എന്ന അവസ്ഥ വളരെ ദുർലഭമാണ്. അതുകൊണ്ടാണ് അതിനെ ദുർദർശം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുക എന്നല്ല, അറിയപ്പെടുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെയുള്ള പരബ്രഹ്മത്തിനെ എങ്ങനെ അറിയണം? സംയമനശീലനായ ഉപാസകൻ, ആധ്യാത്മികമായിട്ട് ഉപാസന ചെയ്യുന്നവന് സംയമനം വേണം. സംയമനം വേണം എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ശമം, ദമം, ഷഡ്സമ്പത്തിയിൽപ്പെട്ടാണ് ഇതൊക്കെ. ശമം, ദമം, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം. മനോനിയന്ത്രണം ഉണ്ടെങ്കിലേ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവുള്ളൂ. ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടെങ്കിലേ മനോനിയന്ത്രണം ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും പരസ്പരം അനുപൂരകം പറയില്ല, അതുപോലെയാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റേതുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ആണ് ഒരു സാധകൻ ആദ്യമായിട്ട് വേണ്ടത്. ശമം, ദമം. ഭഗവത്ഗീത പഠിച്ചാലും ഇതിനെ പറയാം. നമ്മൾ ഏതൊരു ആധ്യാത്മിക ശാസ്ത്രം എടുത്ത് പഠിച്ചാലും ഇതാ പറയാം. ഇതുണ്ടെങ്കിലേ വിഷയലോകങ്ങളിലേക്ക് മനസ്സ് പോവാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിഷയലോകങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. ആത്മദർശനം സാധ്യമാവില്ല. അപ്പോൾ ഒരു ഉപാസകൻ സംയമനശീലനായിരിക്കണം. അങ്ങനെയുള്ള ഉപാസകൻ അധ്യാത്മജ്ഞാനരൂപമായ യോഗമാർഗത്തിലൂടെ സാക്ഷാത്കരിച്ചിട്ട്, അധ്യാത്മജ്ഞാനരൂപമായ യോഗമാർഗം, ഈശ്വരനെ ഉപാസിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് യോഗമാർഗം. എല്ലാ മാർഗങ്ങളും യോഗം തന്നെ പറയാം. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനയോഗത്തിനെ കുറിച്ചാണ്. അധ്യാത്മജ്ഞാനം എന്ന യോഗമാർഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ വേണം അങ്ങോട്ട് എത്തിച്ചേരാൻ. ജ്ഞാനയോഗം എന്ന് പറയുമ്പം വിചാരങ്ങളിലൂടെ,
മനസ്സിലൂടെ നമ്മൾ അറിവിൻ്റെ വെളിച്ചത്തിൽ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് വേണം ഈശ്വര ദർശനത്തിന് നീങ്ങാൻ. അതാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ളതിനെല്ലാം ആരാധനകൾക്കൊക്കെ ലിമിറ്റുണ്ട്. കുറേ കാലം പൂജയും ആരാധനയൊക്കെ കഴിയുമ്പോഴാണ് മനസ്സ് ജ്ഞാനയോഗത്തിന് പ്രാപ്തമാവുന്നത്. യോഗ്യത നേടിയെടുക്കുക, പ്യൂരിഫൈഡ് ആവണം. അതിന് മറ്റുള്ളത് വ്രതം ബാക്കിയെല്ലാം സഹായിക്കുക. ഒന്നും ചെയ്യേണ്ട പറഞ്ഞില്ല. 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ തന്നെ 2-ാം ക്ലാസ്സിലേക്ക് വരുള്ളൂ. അല്ലാതെ നേരിട്ട് പോയിട്ട് 2-ാം ക്ലാസ്സിൽ ഇരിക്കാന്ന് വെച്ചാൽ ഇവിടെ നടക്കില്ല അത്. അപ്പോൾ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം, ചിത്തശുദ്ധി വരുത്തണം. ചിത്തശുദ്ധി വരുത്തണേ കർമ്മയോഗം വേണം. അപ്പോൾ കർമ്മയോഗം, ചിത്തശുദ്ധി, ആത്മജ്ഞാനം, ഇങ്ങനെ ഒരു റൂട്ടുണ്ട്. നമുക്ക് ബുദ്ധി കൊണ്ട് വിചാരം ചെയ്യണമെങ്കിൽ, സൂക്ഷ്മ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ചിത്തശുദ്ധി വേണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആധ്യാത്മജ്ഞാനമായിരിക്കുന്ന യോഗത്തിലൂടെ മുന്നേറണം എന്നുണ്ടെങ്കിൽ ചിത്തശുദ്ധി വേണം. വിചാരങ്ങളിലൂടെ, ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലൂടെ വേണം ബ്രഹ്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ എത്തിച്ചേർന്നവർ സന്തോഷ സന്താപങ്ങളെ ഉപേക്ഷിക്കുന്നു. അതായത് ദ്വന്ദ്വ അനുഭവങ്ങളെ, സുഖം ദുഃഖം എന്ന അനുഭവങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. സുഖവും ദുഃഖവുമൊക്കെ ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ സാക്ഷി മാത്രമാണ്. അപ്പോഴാണ് ഈ സുഖത്തിനും ദുഃഖത്തിനും ഉപേക്ഷിക്കൽ. അല്ലാതെ കഠോപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ എന്നും സുഖമാണ് വിചാരിക്കേണ്ടത്. അവർക്ക് പ്രാരബ്ധവശാൽ വരാനുള്ള സുഖ അനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് അവരൊക്കെ അതിജീവിക്കും. ഉപേക്ഷിക്കപ്പെട്ടൊരു സാധനം നമ്മളെ ഉപദ്രവിക്കില്ല, അത് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞതുപോലെ സുഖ ദുഃഖങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖം എന്ന ഈ ദ്വന്ദ്വാനുഭവങ്ങളെ, സംസാരത്തെ അതിജീവിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയാനുള്ളത്. അപ്പം എന്തൊക്കെയുണ്ട് ഈ ശ്ലോകത്തിൽ? എന്തിനെക്കുറിച്ചാണോ അറിയാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു. അവിടെ എത്തിച്ചേരാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. എത്തിച്ചേർന്നാൽ എന്താണ് ഗുണം അതും പറഞ്ഞു. പരബ്രഹ്മത്തിനെക്കുറിച്ച് പറഞ്ഞു. സംയമനശീലം വേണം പറഞ്ഞു അവിടെ എത്തിച്ചേരാൻ. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒളിഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത് ദുർദർശം എന്നൊക്കെ പറഞ്ഞത്. ബുദ്ധിമുട്ടാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. അസംഭവ്യം എന്നൊരു വാക്ക് ഇവിടെ ഇല്ല. സംഭവ്യം തന്നെയാണ്, പക്ഷെ പ്രയത്നം കൂടുതലുണ്ട്. ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യഃ പ്രവൃഹ്യ ധർമ്മ്യമണുമേധമാപ്യ സമോദതേ മോദനീയം ഹി ലദ്വാ വിവൃതം സത്മ നചികേതസം മന്യേ. മനുഷ്യൻ ധർമ്മമായ ഈ ഉപദേശത്തെ കേട്ടിട്ട് ശരിയായി സ്വീകരിച്ചിട്ട് സൂക്ഷ്മമായ ഇതിനെ ശരീരാദികളിൽ നിന്ന് വേർതിരിച്ച് അതിനെ പ്രാപിച്ചിട്ട് ആനന്ദസ്വരൂപമായ പരബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് ആനന്ദമാത്രത്തിൽ നിമഗ്നനായിത്തീരുന്നു. നചികേതസിന് മോക്ഷഭവനം തുറന്നു കിടക്കുന്നതായി ഞാൻ വിചാരിക്കുന്നു. ഈ ലക്ഷ്യത്തിനെക്കുറിച്ച് പറഞ്ഞു. ലക്ഷ്യത്തിലെത്തിയാൽ എന്താ ഗുണം? മർത്യഹ എന്ന് പറഞ്ഞാൽ മരണധർമ്മത്തോടു കൂടിയവൻ മനുഷ്യൻ. മരണം മനുഷ്യൻ്റെ ഈ ദേഹത്തിൻ്റെ ധർമ്മമാണ്, അതുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തുണ്ടാവും? അയാൾ ഗുരുവിൻ്റെ കാരുണ്യത്താൽ ഈ ആത്മോപദേശം കേൾക്കാൻ ഇടവരുന്നു. അയാൾക്ക് അതിനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നു. അപ്പോൾ അയാൾ എന്തുണ്ടാവും? ഈ തത്വത്തിനെ മനനം ചെയ്തു ഉറപ്പിച്ച് തൻ്റെ അനുഭവമാക്കും. ശ്രവണം, മനനം, നിധിധ്യാസനം, ഇതാണ് വിചാരമാർഗം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ മന്ത്രത്തിൽ ജ്ഞാനയോഗത്തെക്കുറിച്ച് പറഞ്ഞു. വിചാരമാർഗം, ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട് ശാസ്ത്രങ്ങൾ കേൾക്കുക, കേട്ടതിനെ വേണ്ട വിധം മനനം ചെയ്യുക, മനനം ചെയ്തതിനെ ജീവിതത്തിൽ പകർത്തുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അതിനെ അനുഭവം ആക്കി മാറ്റുക. അപ്പോഴാണ് നമ്മൾ മുന്നോട്ട് ആധ്യാത്മികമായിട്ട് ഉയർച്ച വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കേട്ട കാര്യങ്ങൾ, ഉപദേശം കേട്ട ഒരു സാധകൻ കേട്ടത് അതേപടി മറന്നു പോവാതെ അതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ട് താനല്ലാത്തതിനെയൊക്കെ തന്നിൽ നിന്ന് മാറ്റി. അപ്പോൾ എന്തൊക്കെ മാറും?
ദേഹം, മനസ്സ്, ബുദ്ധി ഇതിനെയൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ അതുമായിട്ടുള്ള താതാത്മ്യത്തിൽ നിന്ന്, ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന തലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ ആകെ കൂടി ചെയ്യാനുള്ളത് ഈ ഐഡൻറ്റിഫിക്കേഷൻ മാറ്റുക എന്നുള്ള, ഞാൻ ദേഹമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്ന ഈ ഒരു അജ്ഞാനത്തിൽ നിന്ന് അവനവനെ മാറ്റണം. അപ്പോഴേ അതിൻ്റെ ധർമ്മങ്ങളൊന്നും എൻ്റെ ധർമ്മമല്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ ദേഹത്തിൻ്റെ ധർമ്മം മരണമാണ്, അത് വന്നു നിന്ന് പോകാനുള്ളതാണ്. പക്ഷെ ഞാനെപ്പോഴുമുണ്ട്. മനസ്സ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ ഞാനിവിടെ തന്നെയുണ്ട്, ഞാനെന്നുള്ളത് ഇവിടെ തന്നെയുണ്ട്. പിന്നെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, കർത്തൃത്വ ഭോക്തൃത്വം. ഞാനതല്ല, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ അജ്ഞാനം മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ നമ്മളെ ഈ തെറ്റായ ഭാവനയിൽ നിന്നും മാറ്റി നിർത്തണം. അപ്പോഴെന്താവും? ആത്മപ്രകാശം ഉണ്ടാവും. അങ്ങനെ അതിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആള് ആനന്ദസ്വരൂപമായ പരബ്രഹ്മതത്വത്തെ പ്രാപിച്ചിട്ട് ആനന്ദമാത്രത്തിൽ നിമഗ്നനായിത്തീരുന്നു. അയാൾ ആനന്ദ സ്വരൂപമായിട്ട് മാറുന്നു. അഹം ആനന്ദം, ഞാൻ ആനന്ദമാകുന്നു. അത് ഈ ശരീരത്തിലൂടെ പ്രകടമാകുന്നു. ആനന്ദത്തിന് പ്രകടമാകാനുള്ള ഉപാധിയാണ് ദേഹം, ആനന്ദത്തിന് പ്രകടമാകാനുള്ള ഉപാധിയാണ് മനസ്സ്. ഇങ്ങനെ അറിയണം. ഇപ്പം നമ്മളുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരുള്ളൂ എപ്പോഴും. ഇപ്പോൾ ഒരു RSSകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലൊക്കെ അതായിരിക്കും, ആ ആദർശം പ്രതിഫലിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലും കമ്മ്യൂണിസം പ്രതിഫലിക്കും. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്താണോ അത് പുറത്തു വരും. അപ്പോൾ ഉള്ളിൽ ആനന്ദം മാത്രമുള്ള ഒരാളാണെങ്കിൽ, ഞാൻ ആനന്ദ സ്വരൂപമാണ്, ആ ആനന്ദത്തിൽ നിഷ്ഠ നേടിയ ഒരാളാണെങ്കിൽ അയാളുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലൊക്കെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഭഗവാൻ പറയണു, നചികേതസ്സിന് ഈ വക ഗുണങ്ങളൊക്കെ ഉള്ള നചികേതസ്സിന് ഇങ്ങനെ ആനന്ദഭവനം, മോക്ഷഭവനം തുറന്നു കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ അറിവ് നേടാനുള്ള പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്, ആനന്ദ സ്വരൂപത്തിലേക്ക് എത്താൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ, നചികേതസ് ആണെങ്കിൽ, നമ്മളെല്ലാം നചികേതസിൻ്റെ ഗുണങ്ങൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ആനന്ദകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. ലക്ഷ്യം എന്താണ്? ആനന്ദം തന്നെ, ആത്യന്തികമായ ദുഃഖനിവൃത്തി. അപ്പോൾ ഈ മാറ്റങ്ങൾ മുഴുവൻ ദേഹത്തിനും മനസ്സിനും ബുദ്ധിക്കുള്ളൂ, എനിക്ക് മാറ്റമില്ല എന്നുള്ള ആ ബോധം എപ്പോഴും വേണം. അപ്പോഴേ നമ്മൾ ഈ താതാത്മ്യത്തിൽ നിന്ന് മാറി മാറി നിൽക്കുകയുള്ളൂ. ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറയും. അങ്ങനെ ഒരു അർഹത നമ്മൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഒന്ന്, മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. മനുഷ്യനായിട്ട് ജനിച്ചാൽ തന്നെ മുമുക്ഷു ആവുക എന്നുള്ളതാണ്. മോക്ഷം നേടാനുള്ള ആഗ്രഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാൾക്കുള്ളൂ. എല്ലാ മനുഷ്യർക്കൊന്നും അതുണ്ടാവില്ല. ഇപ്പം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ നോക്കൂ, തുടങ്ങുമ്പോൾ 32 ആളുണ്ടായിരുന്നു. ഇന്നിപ്പം 20 ആളേ ഉള്ളൂ ടോട്ടൽ. ഞാനടക്കം 20 ആളുള്ളൂ. ചിലർക്ക് ചില അത്യാവശ്യം കൊണ്ട് വരാൻ പറ്റിയില്ല, അല്ലാത്തവരോ അത് മതി, അത്രയൊക്കെ മതി. ഇത് കേൾക്കുന്നതിനേക്കാളും നല്ലത് മൂടി പോച്ച് കിടന്നുറങ്ങുകയാണ്, മഴയല്ലേ. ഇപ്പോൾ വിഷയത്തിലേക്ക് പോയി, മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ലോകത്തിലേക്ക് പോയി. അപ്പോൾ എന്തായി? ആത്മജ്ഞാനത്തിനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. വൈരാഗ്യം ഉണ്ടായില്ല. വൈരാഗ്യം ഇല്ലെങ്കിൽ ആത്മജ്ഞാനം കിട്ടില്ല. ഇങ്ങനെയാണ്. അപ്പം മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രം പോരാ, മുമുക്ഷു കൂടി ആവണം. സന്യാസഭാവം, മോക്ഷം നേടാനുള്ള ഭാവം, ആ ലക്ഷ്യം കൂടി ഉണ്ടാവണം. അതാണ് മുമുക്ഷു. ഇതുണ്ടായാൽ മതിയോ? ഇതുണ്ടായാലും പോരാ. ആ തലത്തിലേക്ക് എത്തിക്കാനുള്ള ഗുരുവും കൂടി കിട്ടണം. അപ്പോൾ ഇത് 3ഉം, മനുഷ്യത്വം, മുമുക്ഷുത്വം, ഇത് 2ഉം ഉണ്ട്. പക്ഷേ ഗുരുവിനെ കിട്ടിയില്ലെങ്കിലോ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് ആദ്യം ഗുരുവിൻ്റെ ലക്ഷണങ്ങളും ഗുരു വേണം, ഗുരുവിൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞത്. ഇത് 3ഉം കിട്ടിയാലോ, ഇപ്പം നചികേതസിന് കിട്ടിയ പോലെ ഇത് 3ഉം കിട്ടിയാലോ, പിന്നെ മോക്ഷം മാത്രമായിരിക്കണം ലക്ഷ്യം. ചെറുതൊന്നും ചോദിക്കരുത്. എന്താണോ നേടാൻ ആഗ്രഹിച്ചത്, ഏറ്റവും പരമമായത്, അത് നേടാൻ ശ്രമിക്കണം. അങ്ങനെ നചികേതസ് ഈ ക്വാളിഫിക്കേഷൻ എനിക്കുള്ള ഇതൊക്കെ തെളിയിച്ചപ്പം യമൻ തന്നെ പറയണു, ഈ മുക്തിക്ക് അർഹനാണ് എന്ന് ഞാൻ കരുതുന്നു.
ഗുരുവിന് എന്നെ തോന്നി ഇവന് ഉപദേശം കൊടുക്കാൻ സാധിക്കും, ഇവന് അതിനുള്ള യോഗ്യതയുണ്ട് തോന്നി. ആ യോഗ്യത നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം അല്ലേ. നചികേതസ് എന്തൊക്കെ ഉപയോഗിച്ചു? എല്ലാവിധത്തിലും ഒരു മനുഷ്യജന്മത്തിൽ നേടാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ കൊടുത്തു നോക്കി, പക്ഷെ അനങ്ങിയില്ല ആൾ പറഞ്ഞു എനിക്ക് എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം യമൻ പറയണു ഓക്കെ, നിനക്ക് മോക്ഷത്തിനുള്ള അർഹതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നചികേതസ് പറയും. അപ്പം ഇതിങ്ങനെ പുകഴ്ത്തി പോകട്ടെ. അതിലൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ ശേഷം അടുത്തത് നചികേതസിനിങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പോകണം. ലാസ്റ്റാണ് നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലത്തെ പുകഴ്ത്തലുകളിൽ വീണു പോകും. ചിലരുണ്ട് ആധ്യാത്മിക ക്ലാസ് ഒക്കെ വരിക, 2 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ തന്നെയാണ് എല്ലാം, നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതുപോലെ പറഞ്ഞ് വേറെ ആരുമില്ല, എന്താണ് സൂപ്പറാണ്, ഇങ്ങനെയൊക്കെ പലതും പറയാൻ തുടങ്ങും. അതൊക്കെ നമ്മളെ കൊണ്ടുപോയി വീഴ്ത്തും. കാരണം നമ്മൾ വീണ്ടും അത് കേൾക്കാൻ ആഗ്രഹിക്കും. അതൊരു തരം കാമമാണ്, ആഗ്രഹമാണ്. അത് നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റിക്കളയും. അപ്പോൾ ഈ പുകഴ്ത്തലുകളും സ്തുതിയായാലും നിന്ദയായാലും ഒക്കെ സമമായിട്ട് കാണാൻ സാധിക്കണം. സംയമനം എന്ന് ആദ്യം പറഞ്ഞു, അതും കൂടി നമ്മൾ ഓർമ്മിക്കണം. ആരൊക്കെ എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങളുണ്ടോ എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കണം. 14ാമത്തെ ശ്ലോകം മന്ത്രം നോക്കാം. അന്യത്ര ധർമാദ് അന്യത്ര ധർമാദ് അന്യത്രാസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാശ്ച ഭവ്യാച യത്തത് പശ്യസി തദ്വദ. ധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തവും അധർമ്മത്തിൽ നിന്ന് വ്യത്യസ്തവും ഈ കാര്യകാരണങ്ങളിൽ നിന്ന് അതീതവും ഭൂതകാലത്തിൽ നിന്ന് അതീതവും ആയിട്ടുള്ള യാതൊരു തത്വത്തെ അങ്ങ് കാണുന്നുവോ അതിനെ പറഞ്ഞു തന്നാലും. നചികേതസ് യമരാജാവ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പം പുകഴ്ത്താനൊക്കെ തുടങ്ങിയ നചികേതസ് വേഗം ട്രാക്ക് മാറ്റി ആ ലക്ഷ്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്താ പറഞ്ഞത്? ധർമ്മത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും മാറിയിട്ട് എന്താണോ ഉള്ളത്, കാര്യകാരണങ്ങളിൽ നിന്ന് മാറിയിട്ട് എന്താണോ ഉള്ളത്, കാലങ്ങൾക്ക് അതീതമായിട്ട് എന്താണോ ഉള്ളത്, എന്താണോ അങ്ങ് കാണുന്നത് അതിങ്ങോട്ട് പറഞ്ഞു തരൂ. അപ്പോഴും ലക്ഷ്യം മാറിയില്ല. ഈ പുകഴ്ത്തലുകളൊന്നും വീണതുമില്ല. ക്വാളിഫൈഡ് ആണെന്നൊക്കെ തെളിയിച്ചു. എന്നിട്ട് ഇവിടെ പറയണം. ഇവിടെ വീണ്ടും പരബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. പരബ്രഹ്മം ധർമ്മവും അധർമ്മവും ബ്രഹ്മത്തിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഇങ്ങനത്തെ ഇത് കാണും, ധർമ്മം അധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ അത് വേണ്ട വിധത്തിൽ ചെയ്ത് പുണ്യങ്ങൾ നേടാൻ, അധർമ്മം ചെയ്തു പോയാൽ പാപമായി നരകത്തിലേക്ക്. പക്ഷേ ഈ സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്ക് വഴിയും അല്ലാത്തത് എന്താണോ, അപ്പോൾ ധർമ്മമല്ലാത്തത് എന്താണോ അത് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ചോദിക്കും അധർമ്മമാണോ ദൈവം? അപ്പോൾ പറയണം, അപ്പോൾ ഉടനെ തിരുത്തണം, അധർമ്മവുമല്ല, ധർമ്മവും അധർമ്മവുമല്ല, ഇതിന് രണ്ടിനും ആധാരമായിട്ടിരിക്കുന്നത് എന്താണോ, എന്തിലാണോ ധർമ്മവും അധർമ്മവും വന്നു നിന്നു പോകുന്നത് അത് പരബ്രഹ്മം, ചൈതന്യം, പരമാത്മ ചൈതന്യം. അതാണ് ഒരു ലക്ഷണം പറഞ്ഞത്. പിന്നെന്ത് പറഞ്ഞു? കാര്യകാരണങ്ങളിൽ നിന്ന് അതീതം. കാര്യവും കാരണവും ഇത് നമ്മൾ വേദാന്തത്തിൽ പല പ്രാവശ്യം പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്. എന്താണോ ഉണ്ടായിത്തീർന്നത് അത് കാര്യവും, എന്താണോ അതിനാധാരമായിരിക്കുന്നത് അത് കാരണവും. അങ്ങനെയാണ്. ഇപ്പോൾ സ്വർണവും ആഭരണവും ആണ് പറയുന്നതെങ്കിൽ ആഭരണം കാര്യവും സ്വർണം കാരണവുമാണ്. അപ്പോൾ കാര്യത്തിൽ കാരണം വ്യാപിച്ചിരിക്കും. കാര്യത്തിൽ നിന്ന് കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ കാര്യം ഇല്ലാണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ നിന്ന് ആഭരണത്തിൽ നിന്ന് സ്വർണത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആഭരണമില്ല. അവിടെ സ്വർണം കാരണവും പിന്നെ ആഭരണം കാര്യവുമാണ്. ഈ കുടവും മണ്ണും പറയുന്നത് പോലെ കുടമായി കാണപ്പെടുന്നത് മണ്ണാണ്. കുടത്തിൽ നിന്ന് മണ്ണിനെ മാറ്റിക്കഴിഞ്ഞാൽ കുടമില്ല. അപ്പം മണ്ണ് കാരണവും കുടം കാര്യവുമാണ്. ജഗത്ത്, ഈ കാണുന്ന ജഗത്ത് അതെന്താണ്? അത് മുമ്പ് പറഞ്ഞു ബ്രഹ്മമാണ്. ഇതിൽ നിന്ന് ബ്രഹ്മത്തെ മാറ്റിക്കഴിഞ്ഞാൽ ജഗത്തില്ല. അപ്പോൾ ബ്രഹ്മത്തെ മാറ്റാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല.
അത് അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ബ്രഹ്മത്തിനെയാണ് ജഗത്തായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യം കാരണം ഇതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന എന്താണ്? ചൈതന്യം. പിന്നെന്ത് പറഞ്ഞു? കാലത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്തൊന്നാണോ കാലത്തിന് അതീതമായിരിക്കുന്നത്, കാലം എന്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അത്. ഭൂതവും ഭാവിയും വർത്തമാനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ അനുഭവങ്ങളാണ് ഇതൊക്കെ. ഭൂതകാലത്തിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഭാവി കാലത്തെക്കുറിച്ച് ഞാൻ പ്രതീക്ഷകളുണ്ട്, വർത്തമാനത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 3 കാലത്തിന് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് 3ഉം അല്ല. പക്ഷെ ഇത് 3ഉം എന്നെ ആധാരമാക്കിയിട്ടാണ് നിൽക്കുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും നന്നായി ഉറങ്ങുമ്പോഴും ഞാനുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് 3ഉം അനുഭവപ്പെടുന്നത്, കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാലത്തിൽ നിന്ന് അതീതമായിട്ട് എന്താണോ ഉള്ളത് എന്ന് വെച്ചാൽ ബ്രഹ്മം. ഇനിയിപ്പോൾ നമ്മൾ സൃഷ്ടി പ്രക്രിയ ഭാഗവതമൊക്കെ വായിക്കുമ്പോഴിൽ അറിയാൻ പറ്റും സൃഷ്ടി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തിൽ കാലശക്തിയാണ് പ്രകടമാകുന്നത്. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞ കാലത്തിനും അപ്പുറമാണ്. ഈ കാലത്തിനെ നമ്മളെങ്ങനെയാണ് അനുഭവിക്കുന്നത്? നമ്മളതിനെ സമയമായിട്ടാണ് അനുഭവിക്കുന്നത്. വാച്ചിലെ സമയമല്ല. വാച്ചിലെ സമയം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അളവ് മാത്രമാണ്. കാലം എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമുണ്ട്. 5 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ടൊക്കെ തോന്നും. ചിലപ്പോൾ 2-3 മണിക്കൂർ 5 മിനിറ്റായിട്ടും തോന്നും. അനുഭവം വ്യത്യാസമുണ്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തന്നെ ഈ ഉപനിഷത്ത് ക്ലാസ് ഇതിപ്പോൾ 1 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. ഇതിപ്പോൾ പലർക്കും 2-3 മണിക്കൂറായ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. എപ്പോഴാണ് അതൊന്ന് കഴിഞ്ഞ് കിട്ടുക? ചിലർ ഉറങ്ങിയിട്ടുണ്ടാവും, മൈക്കൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. അറിയാൻ പറ്റില്ല, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറയല്ലേ അതുപോലെ. പക്ഷേ ഇതിൽ നല്ല താല്പര്യമുള്ളവരാണെങ്കിലോ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്, അറിഞ്ഞതേയില്ല എന്ന് പറയും. അവിടെ 1 മണിക്കൂർ പോയത് 5-10 മിനിറ്റായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ 2 വിധത്തിലും ഓരോ വ്യക്തിയാണ് അനുഭവിക്കുന്നത്. വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് കാലം ഉള്ളത്. എന്ന് പറഞ്ഞാൽ കാലത്തിനപ്പുറം ഒന്നുണ്ട്, അതിന് പരബ്രഹ്മം എന്ന് പറയും. അതാണ് ആ ഒരു ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. കാലത്തിനതീതമാണ് എന്നുള്ളത്. കാലം പോലും ബ്രഹ്മത്തിനകത്താണുള്ളത്. ഇത് മനസ്സിലാക്കിയ ആൾ പിന്നെ ഈ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സകല കാലവും ദൈവത്തിൻ്റെ ഉള്ളിലല്ലേ, ദിക്കുകൾ ദൈവത്തിൻ്റെ ഉള്ളിലല്ലേ, എല്ലാം ദൈവത്തിൻ്റെ ഉള്ളിലല്ലേ. ഇതൊന്നും അറിയാത്തവരാണ് ഈ ഓരോ അജ്ഞാനമായിട്ട് ഓടി ഓടി നടക്കുന്നത്. അറിവിൻ്റെ വെളിച്ചത്തിൽ ഈ അന്ധവിശ്വാസം എല്ലാം മാറും. ഈ ഒരു തത്വത്തിനെ അങ്ങ് കാണുന്നുണ്ടല്ലോ, യമരാജാവിനോട് ചോദിക്കുക. അതായത് ധർമാധർമ്മങ്ങൾക്ക് ആധാരവും കാര്യകാരണങ്ങൾക്ക് ആധാരം കാലത്തിനാധാരമായിരിക്കുന്ന ഏതൊരു തത്വത്തിനെയാണോ അങ്ങ് കാണുന്നത് അതെനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് അതാണ് അറിയേണ്ടത്. ഈ കാലത്തിൻ്റെ ഉള്ളിലും കാര്യകാരണങ്ങൾക്കുള്ളിലും ധർമാധർമ്മമായിട്ടിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് എന്താണോ അറിയേണ്ടത് അത് പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തുനിന്ന് മാറാതെയാണ് നിൽക്കുന്നത് നചികേതസ്. ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് അതിലൊന്നും വേണ്ടില്ല. ഇവിടെ വെച്ചിട്ട് യമധർമ്മരാജാവ് പരബ്രഹ്മ തത്വത്തിൻ്റെ വർണ്ണന തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടാണ് ബ്രഹ്മം എന്താണ് എന്നൊക്കെ പറയാൻ പോകുന്നത്. ഈ ഉപനിഷത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായം 2-ാമത്തെ വല്ലിയിലെ 15-ാമത്തെ മന്ത്രം മുതൽ. അത് ഓങ്കാരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് മുതൽ, അതായത് 15-ാമത്തെ മന്ത്രം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്